2016 വൈശാഖ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ പുലിമുരുകൻ ഇറങ്ങിയിട്ട് 8 വർഷത്തോളമായി. ഒരു കാലത്ത് പുലിമുരുകൻ കേരളത്തിലും സിനിമാ പ്രേമികൾക്കിടയിലും ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമായിരുന്നില്ല. ഇന്നും നിരവധി ബോക്സ് ഓഫീസ് റെക്കോർഡുകളാണ് പുലിമുരുകന്റെ പേരിലുള്ളത്. മോഹൻലാൽ ചിത്രമായിരുന്ന പുലിമുരുകനിലെ ഓരോ കഥാപാത്രവും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ചയായതുമായ ഒരു കഥാപാത്രം പുലിമുരുകനിൽ മോഹൻലാലിന്റെ കുട്ടിക്കാലം ചെയ്ത കുട്ടി പുലിമുരുകനായിരുന്നു. മോഹൻലാലിന് ലഭിച്ച അതേ സ്വീകാര്യത തന്നെ സിനിമയുടെ റിലീസിന് ശേഷം കുട്ടി പുലിമുരുകനെ അവതരിപ്പിച്ച ബാലതാരം അജാസ് കൊല്ലത്തിനും ലഭിച്ചിരുന്നു. പുലിമുരുകനിലെ ബാലതാരമായി സ്ക്രീനിൽ എത്തിയ ശേഷം പിന്നീട് ബിഗ് സ്ക്രീനിൽ അജാസിനെ ആരും കണ്ടിട്ടില്ല. ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സിനിമയിൽ നിന്ന് മാറി നിന്ന കാലത്തെക്കുറിച്ചടക്കം സംസാരിച്ചിരിക്കുകയാണ് താരം. ഒപ്പം ചില പുത്തൻ സിനിമാ വിശേഷങ്ങളും അജാസ് പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ ബിജു മേനോൻ നായകനായ തുണ്ട് എന്ന ചിത്രത്തിൽ അജാസ് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. 2016 പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് 6ാം ക്ലാസ്സിലായിരുന്നു താനെന്നും ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയെന്നും BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് പഠിക്കുന്നതെന്നും അജാസ് പറയുന്നു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലാണ് പഠിക്കുന്നത്. +2 കഴിഞ്ഞപ്പോഴാണ് തുണ്ട് എന്ന സിനിമ വന്നത്. ബിജു മേനോന്റെ മകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഓഡീഷൻ വഴിയാണ് ഇതിലേക്ക് അവസരം ലഭിച്ചത്. പുലിമുരുകൻ ഇറങ്ങിയ സമയത്തൊക്കെ ആളുകൾ കാണുമ്പോൾ വന്ന് കവിളിലൊക്കെ പിടിക്കുമായിരുന്നുവെന്നും ഇപ്പോൾ ആളുകൾ തിരിച്ചറിയാറ് പോലുമില്ല എന്നും അതുകൊണ്ട് എവിടെ വേണേലും പോകാമെന്നും അത് താൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നും അജാസ് വ്യക്തമാക്കി. ആളുകൾ തിരിച്ചറിയുമായിരുന്നിൽ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പുറത്തു പോകാനൊക്കെ ബുദ്ധിമുട്ടായേനെ. തന്നെ കോളേജിലൊന്നും ആർക്കും അറിയില്ല. നീ എന്തിനാണ് വലുതായത് എന്നൊക്കെ എന്നെ കാണുമ്പോൾ ആളുകൾ ചോദിക്കും. കുറെ കാലം കഴിഞ്ഞിട്ട് കാണുന്നതിന്റെ സ്നേഹവും സന്തോഷവുമാണത്. പുലിമുരുകന്റെ സെറ്റിൽ താനായിരുന്നു ഏറ്റവും ചെറുത്. അവരെല്ലാവരും തന്നെ നന്നായി കെയർ ചെയ്തിരുന്നു. ലാലേട്ടനെ ആദ്യമായി കാണുന്നത് അവിടെ സെറ്റിൽ വെച്ചാണ്. ആ സമയത്ത് കുറെ തവണ കണ്ടിട്ടുണ്ട് എന്നാണ് അജാസ് പറഞ്ഞത്. 5 വർഷം സിനിമ ചെയ്യേണ്ടെന്ന് കരുതി മാറി നിന്നതൊന്നുമല്ല. നല്ലതൊന്നും വന്നില്ല, അതാണ് സത്യം. താൻ വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടല്ല തന്റെ വണ്ണം കുറച്ചത്. ജിമ്മിൽ പോകാൻ നല്ല മടിയാണ്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകാറില്ല. ഒരു ആക്ടർ ആവണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നുവെന്നും പള്ളിയിലെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കൂളിലെ ആനുവൽ ഡേക്ക് കളിക്കാൻ വേണ്ടിയിട്ടുമാണ് ഡാൻസ് പഠിച്ചു തുടങ്ങിയതെന്നും പിന്നീട് അതൊരു ഫ്ലോയിൽ അങ്ങ് പോവുകയായിരുന്നുവെന്നും അങ്ങനെയാണ് സിനിമയിലേക്ക് തനിക്ക് അവസരം കിട്ടിയതെന്നുമാണ് അജാസ് പറയുന്നത്. കുറെ കാലം മുടിയൊക്കെ വളർത്തിയിരുന്നു, പിന്നെ മുടി മുറിച്ചു. ഇപ്പോഴും ആളുകൾ പുലിമുരുകനിലെ പോസ് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് അജാസ് സിനിമയിലേക്ക് എത്തുന്നത്. വൈശാഖ് ഒരുക്കിയ പുലിമുരുകനിൽ അഭിനയിക്കുമ്പോൾ അജാസിന് 11 വയസ്സായിരുന്നു പ്രായം. പുലിമുരുകൻ കൂടാതെ കമ്മാരസംഭവം, ഡാൻസ് ആൻഡ് ഡാൻസ് തുടങ്ങിയ ചിത്രങ്ങളിലും അജാസ് അഭിനയിച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. താരത്തിന്റെ ഏറ്റവും പുതിയ സിനിമ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബിജു മേനോൻ നായകനായ തുണ്ടാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.